of x into capital T of t. അല്ലേ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എന്താ u equal to xt എന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് എക്സ്? എക്സ് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തു. ആൻഡ് ടി, വാട്ട് ഇസ് ടി? ടി ഈക്വൽ ടു c2 e power alpha minus 1/2t. എന്താണ് എക്സിന്റെ വാല്യൂ? c1 e power alpha x into c2 e power alpha minus 1/2t. ഇപ്പൊ നമുക്ക് c1 c2 ഇപ്പോൾ ഇവിടെ എന്താണ് രണ്ട് പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് ആണ്. c1 is a constant and c2 is another constant. അപ്പൊ നമുക്ക് c1 c2 നമുക്ക് വേറൊരു ആർബിട്രറി കോൺസ്റ്റന്റ് റിപ്ലേസ് ചെയ്തു, ദാറ്റ് is k1 e power ax അല്ലെങ്കിൽ എന്താണ് e power m into e power n, a power m into a power n, that is a power m plus n. അതുകൊണ്ട് ജസ്റ്റ് എന്തെങ്കിലും എഴുതിയാലും കുഴപ്പമില്ല, രണ്ടും കൂടെ ഒന്ന് എന്ത് ചെയ്യുന്നു, പ്ലസ് ചെയ്ത് എഴുതിയിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായി? സൊല്യൂഷനായി. അപ്പൊ നമുക്ക് ഇവിടെ തീർന്നില്ല. നമുക്ക് എന്താണ് ഇനി ഇപ്പൊ ഇവിടെ ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ഇവിടെ എന്തുണ്ട്? ഒരു k1 എന്ന് പറയുന്ന ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് നമുക്ക് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ k1ന്റെ ഒരു വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് തന്നേക്കുന്നത്? പർട്ടിക്കുലർ കണ്ടീഷൻ തന്നേക്കുന്നത് അല്ലെ. ഇപ്പൊ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലൊക്കെ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തതാണ്. സം സർട്ടൻ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഇതിലെ ആർബിട്രറി കോൺസ്റ്റന്റ്സിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ സർട്ടൻ കണ്ടീഷൻസ് തരുന്നത്. അങ്ങനെ കണ്ടീഷൻസ് തരുമ്പോഴാണ് എന്താ ഇനിഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് പാർട്ട്, ഇതിൽ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുക? എൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻസോടെ യൂസ് ചെയ്തിട്ട് k1ന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുക. അപ്പം എന്താണ് എൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടീഷൻ, എൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? u of x, 0. നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. എന്താണ് ഇനിഷ്യൽ കണ്ടീഷൻ? വേർ u of x, 0 is equal to 6 into e power minus 3x. അതാണ് എൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് u of x, 0 is equal to 6 into e power 3x. അപ്പം എന്താണ് ഇതിന്റെ മീനിങ്? ആക്ച്വലി u എന്ന് പറയുന്നത് എന്തെല്ലാം ഫംഗ്ഷനാണ്? x, t അല്ലെ. u of xt ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് t0 അല്ലെ, t0 ആവാൻ നേരത്ത് എനിക്ക് എന്ത് കിട്ടും? എൻ്റെ u of xt എന്ന് പറയുന്നത് 6 into e power minus 3x ആണ് അല്ലെ. ഇപ്പൊ u of xt എന്ന് പറയുമ്പോൾ u എന്ന് പറയുന്നത് x ടിയിലുള്ള ഫംഗ്ഷനാണ്. ഇതിൽ u of x, 0 ആണ്. അപ്പൊ x, 0 എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ x തന്നെയാണ്. ഞാൻ ടിക്ക് എന്ത് ചെയ്യുക? 0 കൊടുക്കുക. അപ്പൊ എനിക്ക് x തന്നെയാണ്. ഞാൻ ടിക്ക് x ഈക്വൽ ടു x, ടിക്ക് 0 കൊടുത്തു. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്ത് കിട്ടും? u of x, 0. അപ്പൊ u of x, 0 എന്ന് പറയുന്നത് എന്തിനീക്വലാണ്? 6 into e power minus 3x. ദാറ്റ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ അല്ലെ. റൈറ്റ് സൈഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു വാല്യൂ എനിക്ക് എന്ത് ചെയ്യാം? ഞാൻ അപ്ലൈ ചെയ്യാം. t0 ആകുമ്പോഴത്തേക്കും ഇതാണ് ടിയിലുള്ള ഫംഗ്ഷൻ അല്ലേ. ഈ പവർ ഞാൻ ക്ലബ് ചെയ്തിട്ട് ആൽഫ മൈനസ് 1/2 into t. അപ്പം t0 ആവാൻ നേരത്തെ എനിക്ക് എന്താവും? ആൽഫ മൈനസ് 1/2 into 0. ദാറ്റ് ഈസ് ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്തായി പോകും? 0 ആയി പോകും. ദാറ്റ് എനിക്ക് എന്ത് കിട്ടും? k1 e power alpha x എന്ന് കിട്ടും അല്ലെ. k1 e power alpha x ഇത് എന്താ ഇപ്പം 0 ആയി പോകും അല്ലെ. ഇപ്പൊ e power 0 എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ് അല്ലെ. ഇപ്പൊ സ്പ്ലിറ്റ് ഇപ്പൊ e power 0 ആണ് ഫുൾ എന്താണ് 1 ആവുന്നത്. അപ്പൊ ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് അപ്പൊ ഒന്നുമില്ല. ഇതിനോട് ഡയറക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ആൽഫ എക്സ് പ്ലസ് 0 ദാറ്റ് ഈസ് ആൽഫ എക്സ് എന്ന് കിട്ടും അല്ലെ. ആൽഫ എക്സ് മാത്രം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അത് നോക്കണ്ട. ഇത് ന്യൂമറേറ്ററിലാണ് വരുന്നത്. ഈ പവർ ആൽഫ എക്സ് പ്ലസ് ന്യൂമറേറ്ററിലാണ് നമുക്ക് 0 കിട്ടുന്നത്. ആൽഫ എക്സ് പ്ലസ് 0 നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പം ഇവിടെ ഇൻറ്റു ആവും അല്ലെ. ഇൻറ്റു നമുക്ക് എന്താ e power 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1 ആവും. ക്ലിയർ? ഇവിടെ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ന്യൂമറേറ്ററിൽ കൂടെ 0 എഴുതിയാൽ മതി. t0 ആകുമ്പോഴത്തേക്കും ആൽഫ എക്സ് പ്ലസ് 0, അതായത് എനിക്ക് എന്ത് കിട്ടും? k1 e power ആൽഫ എക്സ് എന്ന് കിട്ടും. പിന്നെ രണ്ട് സൈഡിലൂടെ ഒന്ന് നോക്കിയേ. നമുക്ക് ഏതൊക്കെയാണുള്ളത്? നമുക്ക് k1 അല്ലേ. k1 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. k1 എന്ന് പറയുന്നത് എന്താണ്? 6 ഈക്വൽ ആണ്. k1 എന്ന് പറയുന്നത് 6 ആണ്. ആൻഡ് ആൽഫ ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി? -3 എന്ന് കിട്ടി അല്ലെ. ഇവിടെ രണ്ട് കോൺസ്റ്റന്റ് k1 എന്ന കോൺസ്റ്റന്റും ആൽഫ ഈക്വൽ ടു -3 എന്ന് പറയുന്ന കോൺസ്റ്റന്റും ഉണ്ട്. അപ്പം k1 k2 എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റന്റ് ആണ് ഇവിടെ കിട്ടിയത്. അപ്പം u of x എന്ന് പറയുന്നത് k1 അല്ലേ. എന്താണ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. k1 എന്ന് പറയുന്നത് 6. അപ്പം k1 എന്ന് പറയുന്നത് 6 ഇൻറ്റു എന്ത് ചെയ്യുക? ആൽഫയ്ക്ക് -3 കൊടുക്കുക. വാട്ട് ഇസ് -3? ദാറ്റ് ഈസ് -3x ഇൻറ്റു ആൽഫ -3 ആണ്. -3 - 1 ദാറ്റ് ഈസ് -4/2 ദാറ്റ് ഈസ് -2. ദാറ്റ് ഈസ് 6 ഇൻറ്റു e power -3x -2t. ഒന്ന് നമ്മൾ മൈനസ് പുറത്തെടുത്തു, ക്ലബ് ചെയ്തു. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ക്ലിയർ?
ഇല്ല, ഇവിടെ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K1 മാത്രമേ ഉള്ളൂ, കാരണം ഫസ്റ്റ് ഓർഡർ ആണ്. പിന്നെ ആൽഫ എന്ന് പറയുന്നത് നമ്മൾ ആ റേഷ്യോ നമ്മൾ കോൾ ചെയ്തതാണ് അല്ലേ, ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്നത് അത് റേഷ്യോ നമുക്ക് അറിയത്തില്ല, അത് നമ്മൾ ഇൻബിൽറ്റ് ആയിട്ട് പ്രോബ്ലം ചെയ്തപ്പോൾ കോൾ ചെയ്ത ഒരു വാല്യൂ ആണ് ആൽഫ എന്ന് പറയുന്നത്. അതായത് ഈ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന് 2 ആർബിട്രറി കോൺസ്റ്റന്റ് ഒരിക്കലും ഉണ്ടാവത്തില്ല. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം നമുക്ക് ഒരു കണ്ടീഷൻ തന്നെ മതി. അപ്പം ഇതിന്റെ ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് K1 മാത്രമേ ഉള്ളൂ. അപ്പം K1 വാല്യൂ നമുക്ക് കിട്ടി 6 എന്ന് പറയുന്നത്. ആൽഫ എന്ന് പറയുന്നത് നമ്മൾ പ്രോബ്ലം ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്ത ഒരു കോൺസ്റ്റന്റ് ആണ് ആൽഫ. ക്ലിയർ ആയോ? റോൾ നമ്പർ 7 ആബ്സെന്റ് 8 ആബ്സെന്റ് 9 present sir. ഓക്കെ, ബാക്കി 10 11 വിളിക്കും Sir, 11. 10 ആബ്സെന്റ്. ഓക്കെ, 12 ആബ്സെന്റ് 13 present sir. 12 sir. 13 issue 14 present 15 Present sir. Sir, Amire? 16 17 18, 19, 20 21 22 22. പെട്ടെന്ന് നടത്തുള്ളൂ. 23 23 25, 26, 27, 28 29, 30, 31 absent 32 32 33, 34 absent 35 35 36 37 38, 39 40 41 42 absent 43 absent 44 44 45 absent 46 46, 46, 47 47 48 absent 49, 50, 51 52 53, 54. 54. no 54 55 55 ഇല്ല sir. 56 55. oh 55 ഇല്ലേ? 57. sir 55 ഉണ്ട് ഇതാണ്ട് 58 59 60. 61 62 absent 63 absent 64 64 65 absent 5. 66 66 65, no 65 67 68 68 68 വരെ അല്ലേ ഉള്ളൂ? സാറേ 7 നെറ്റ് ടൈപ്പ് ചെയ്താ എന്തോ? sir, 10 ഉണ്ട് മൈക്ക് ഇഷ്യൂ ഉണ്ട്, ടൈപ്പ് ചെയ്തുണ്ട്. ആ 10 ഇട്ട് നോക്കി. സാറേ 7 നെറ്റ് ടൈപ്പ് ഇന്നെന്താണ് പഠിപ്പിച്ചത്? ഇപ്പം എന്താ പറഞ്ഞു നിർത്തിയത്? എക്സ്പ്ലെയിൻ ചെയ്തേ. സാറേ ഞാൻ നേരത്തെ സാറടുത്ത് ആൻസറിലും പറഞ്ഞേ. ആണോ? ആ സാറേ ഞാൻ തന്നെ ദിവസം 2 4 5 8 12 21 31 34 42 43 45 48 6 and 63. ബാക്കിയുള്ളവരോ? ഒന്നുമില്ലല്ലോ. 2 4 5 8 12 21 31 42 43 45 48 62 sir and 12 63. പറഞ്ഞായിരുന്നു sir. 12 അറ്റൻഡൻസ് പറഞ്ഞില്ലേ sir? 12 12 പറഞ്ഞായിരുന്നു. 12 ആരാ?
എന്നിട്ട് ഇപ്പൊ അവിടെ പോയി? അല്ല അവനിപ്പോ ഇല്ലല്ലോ. ഇപ്പഴേ അവനാ പറയുന്നത് സാറേ. അലൻ ഷായോ? ആ സാർ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ. വേറെ ആരും ഇല്ലല്ലോ. ഓക്കെ, ഇപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഹോംവർക്കായിട്ട്. സോൾവ് പി ബൈ ക്യൂബ് പ്ലസ് ക്യൂ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇല്ല, വൈ ക്യൂബ് ഇൻറ്റു പി. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആൻഡ് പിന്നെ എന്താ? ക്യൂ ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ബാക്കി നമുക്ക് എന്ത് കിട്ടും? ക്യൂ. ക്യൂ എന്ന് വെച്ചാൽ ഡോ ഇസഡ് ബൈ ഡോ വൈ. അപ്പോൾ ഇവിടെ എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതൊക്കെയാണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എക്സും വൈയും ആണ്. ഡിപെൻഡൻ്റ് ആരാ? ഇസഡ്. നമ്മൾ സൊല്യൂഷൻ എങ്ങനെയാണോ അസ്യൂം ചെയ്യും? ഇസഡ് ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ്. ഇസഡ് ഈക്വൽ ടു എക്സ് വൈ എന്ന് എടുക്കുക. ഏതൊക്കെയാണ് ഇവിടെ ഡെറിവേറ്റീവ് ഉള്ളതെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ആ ഡെറിവേറ്റീവ് എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഓരോന്നിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം അല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് കിട്ടിയാൽ ഇസഡ് മാത്രം ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയല്ലോ. പി വൈ ക്യൂ പ്ലസ് ക്യൂ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 0. അപ്പം യു എന്ന് പറയുന്നത് എക്സ് വൈ എന്ന് എടുക്കുക, സോൾവ് ചെയ്യുക. എന്തോ മറ്റേ ക്വസ്റ്റ്യൻ കണ്ടവരാരെല്ലാം കാണും, അവർ ഷെയർ ചെയ്ത് എഴുതിയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ വേറെ ആരെങ്കിലും എഴുതിയ ഗ്രൂപ്പ് ഷെയർ ചെയ്താൽ മതി. തേർഡ് വൺ എക്സ് സ്ക്വയർ ഡോ യു ബൈ ഡോ എക്സ് വൈ സ്ക്വയർ ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 0. തേർഡ് വൺ നിങ്ങൾ ഇത് എഴുതാൻ മതി. സോൾവ് ബൈ ദി മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ 3 ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് 2 ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 0. ഇവിടെ ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. യു ഓഫ് എക്സ് കോമ 0 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇ പവർ മൈനസ് എക്സ്. 3 ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് 2 ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 0. കണ്ടീഷൻ യു ഓഫ് എക്സ് കോമ 0 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇ പവർ മൈനസ് എക്സ്. ഇപ്പോൾ യു എന്ന് പറയുന്നത് എക്സ് വൈ എന്ന് എടുക്കുക. അല്ലെ, യു ആണ് ഇവിടുത്തെ എന്താ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. വിത്ത് റെസ്പെക്ട് എക്സിലും വിത്ത് റെസ്പെക്ട് വൈയിലും എടുത്തിട്ടുള്ള ഡെറിവേറ്റീവ്. അപ്പോൾ സൊല്യൂഷൻ യു എന്ന് പറയുന്നത് എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ എന്ന് അസ്യൂം ചെയ്യുക. ക്ലിയർ? ആൻഡ് ലാസ്റ്റ് വൺ എന്തുകൊണ്ട് നോക്കുക. 4 ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 3u. 4 ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 3u. അപ്പം ഇവിടെ കണ്ടീഷൻ ഇനിഷ്യൽ കണ്ടീഷൻ ഉണ്ട്. ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഇനിഷ്യൽ കണ്ടീഷൻ ചെറിയൊരു ട്രിക്ക് നമ്മളിവിടെ കൊടുക്കണം. യു ഈക്വൽ ടു 3 ഇൻറ്റു ഇ പവർ മൈനസ് വൈ മൈനസ് ഇ പവർ മൈനസ് 5y ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 0. നിങ്ങളത് ചെയ്ത് സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ പിന്നെ ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ ഓൾറെഡി ഓൾമോസ്റ്റ് ഇപ്പം ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കി ചെറുതായിട്ടൊന്ന് തീർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ ബാക്കി മാത്രമേ ഉള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു അവർ മതി, ഒരു അവർ വേണ്ട. നമുക്ക് ഈ പ്രോബ്ലവും വേണമെങ്കിൽ അന്നത്തെ ആ പ്രോബ്ലം ആ സെക്ഷനും കൂടെ ഒന്ന് നമുക്ക് ക്ലാസ്സിൽ വെച്ച് വേണമെങ്കിൽ ഒന്ന് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു. വേറെ ഒന്നും നമുക്ക് പഠിക്കാനില്ല. ലാസ്റ്റ് നിങ്ങൾക്കുള്ളത് ആപ്ലിക്കേഷൻ ഓഫ് പി ഡി ആണ്. അപ്പോൾ അത് ഹീറ്റും വേവും. അത് ഞാൻ മിസ്സും കൂടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മളത് കവർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സീരിയസ് എക്സാമിന് ഇപ്പോൾ നന്നായിട്ട് പഠിച്ച് തുടങ്ങുക. അധികം സമയമൊന്നുമില്ല. മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. ഫസ്റ്റ് സീരീസ് പോലെ ആവരുത്. ഓക്കെ, അപ്പം ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? സെക്കൻഡ് സീരീസിൽ എവിടെ വരെ പോർഷൻസ്? സെക്കൻഡ് സീരീസ് ഈ മൊഡ്യൂള് ഫുള്ളും പിന്നെ തൊട്ട് മുമ്പത്തെ മൊഡ്യൂൾ ഫുള്ളും. മൊഡ്യൂൾ 3 and 4 ആണെന്ന് തോന്നുന്നു. ഈ 2 മൊഡ്യൂൾ കംപ്ലീറ്റ് ഉണ്ടാവും. ഫസ്റ്റ് സീരീസിന് 2 മൊഡ്യൂളല്ലേ കംപ്ലീറ്റ്. അതേപോലെ ഇതിലും ഫസ്റ്റ് 2 കംപ്ലീറ്റ്. ഇപ്പോൾ ഏകദേശം ഇത് തീർന്നല്ലോ, മിസ്സിൻ്റെ ഏകദേശം തീർന്നു കാണുമല്ലോ. ഇനി ലാസ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് പി ഡി എ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എൻസെമ്മിന് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ബാക്കി 2 മൊഡ്യൂൾ ഈ ഒരു എക്സാമിനുണ്ടാവും. അപ്പോൾ ഓക്കെ, എന്നാൽ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സർ. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഇട്ടിരുന്നാൽ മതി.
Thank you, sir.